ഞായറാഴ്ച ദിവസങ്ങളിലേ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ട്രൈ ചെയ്യുന്നവരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിലേ ഈ ചിക്കൻ കറി മിസ്സാക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് നല്ലതാടോ. അടുക്കളയിലേ ആദ്യം തന്നെ കറുവപ്പട്ട, കുരുമുളക്, പെരുംജീരകം, മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ഉണ്ടോയെന്നൊന്ന് നോക്കണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കറിയിൽ നമ്മൾ മസാലയായിട്ട് അത് മാത്രമേ ചേർക്കണുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പൊടിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചട്ടി വെച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് നന്നായിട്ട് അത് ഇളക്കി വഴറ്റിയെടുക്കുക കേട്ടോ. ഒത്തിരി വരട്ടി അങ്ങ് എടുക്കണ്ട, നമ്മുടെ മപ്പാസിനൊക്കെ എടുക്കുന്ന ഒരു പാകെ. അതിലേക്ക് നമ്മുടെ ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് പുരട്ടി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ 2ാം പാലില്ലേ, അതാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കണത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് അതിലേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താട്ടാ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 10-15 അണ്ടിപ്പരിപ്പ് അരച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ അതോ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി ഒന്നും കൂടി നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി എന്ത് കഴിക്കാനും കൂടി ഉണ്ടാക്കുമെന്ന് ഓർത്ത് വേവലാതി പെടണ്ട കേട്ടാ. എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം, അത്ര ടേസ്റ്റാണ് കേട്ടാ. അപ്പോ ബ്രെഡോ അല്ല പുട്ടോ